ഇതിൻ്റെ അകമൊക്കെ ഉണ്ട്. നമ്മൾ അകത്ത് ആ മസാലയൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്തെടുത്തതാണ്. നമുക്കിത് നോക്കാം. ആഹാ, ആ മസാലയെല്ലാം ഈ മീനെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കാം അല്ലേ. സൂപ്പർ, ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു ഫിനി ചാൻസ് വേൾഡ്. അപ്പോൾ നമ്മൾ എന്താ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ മീൻ വറക്കുന്ന എല്ലാം നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക മസാല ചേർത്തുണ്ടാക്കിയ ഒരു ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ അയല വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയുള്ള അയല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് അയല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ശരിക്കും കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകവും നമ്മൾ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യത്തെ മാരിനേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ അയലയിലേക്ക് ഇതെല്ലാം നമുക്ക് തേച്ച് വെക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിന് ചേർക്കേണ്ട ഒരു മെയിൻ മസാല നമുക്ക് റെഡിയാക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മെയിൻ മസാല കൂട്ടിനുള്ള സാധനങ്ങളാണ് ഇതിരിക്കുന്നത്. ഈ മസാലക്കൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 20 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറുതെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗ്രാമ്പു ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 12 പീസുണ്ട്, ഉള്ളി സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാദാ ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ വിനീഗറാണ്. ഈ വിനീഗർ ചേർത്താണ് നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാൻ പോകുന്നത്. അതായത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കെടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ മീനിന് വേണ്ടിയുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് കാണിച്ച മസാല എല്ലാം കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ വിനാഗിരി നമ്മൾ അരച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ മീനിലേക്ക് നമുക്കിത് സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ മീനെടുത്ത് നമ്മളിതിപ്പം സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്ക് ആ മസാലയെല്ലാം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാം. നമുക്ക് കൈവച്ച് വേണമെങ്കിലും ചേർക്കാം, ഇങ്ങനെയുള്ള നമുക്കൊരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ ചേർക്കുക. അങ്ങനെ എല്ലാ മീനിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ മീനിൻ്റെയും പുറത്തും കൂടെ നമ്മളത് തേക്കണം. അപ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ച മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ തീക്കകത്ത് ചെറിയ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഇനി വറക്കാം. നമുക്കൊരു പാൻ എടുത്ത് ഗ്യാസ് വെച്ച് നമുക്ക് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പം ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ അത് വറുത്തെടുക്കാൻ വേണ്ടി. നമുക്കത് ഇടയ്ക്കൊക്കെ അത് തിരിച്ചും മറിച്ച് വിട്ട് കരിയാതെ നമുക്കത് വറുത്തെടുക്കാം. ചെറിയ തീ തന്നെ വേണേ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്.